അത് അനുഷയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഒരു അതെ അതെ, ആ ഷെൽഫിൽ നിറച്ച് വെച്ചിരിക്കുന്ന ട്രോഫികളുടെയും മെഡലിന്റെയും ആധിക്യം കാരണം ആ വീടിന് തന്നെ ഒരു ഭാരമാണ്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ വീടിനേക്കാളും എനിക്കായിരുന്നു ഭാരം. ഇത്രയും ഞാൻ അക്കാഡമിക്കിന്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലറിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ പ്രൈസസും അവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ള ആൾക്ക് ഈ ഒരു എക്സാം, ദിസ് ഇസ് മൈ 3rd attempt. അപ്പൊ ആദ്യത്തെ 2 attempt ഞാൻ ഫെയിലായി, പ്രിലിംസിൽ തന്നെ ഫെയിലായി. അപ്പോൾ നമ്മൾ ഭയങ്കര ഡൗട്ട് അടിക്കും, ഇനി അങ്ങോട്ട് പറ്റുമോ പറ്റൂലേ എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പുറത്തുള്ള ആൾക്കാരും ഇത് എഴുതാതെ നമ്മൾ സ്റ്റേറ്റിന്റെ എക്സാംസ് എന്തെങ്കിലുമൊക്കെ എഴുതണം, അതായിരിക്കും എളുപ്പത്തിൽ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ഭയങ്കര ഡൗൺ ആവും. നമുക്ക് ഇത്രയും, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ജൂനിയേഴ്സൊക്കെ ചേച്ചിക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് സിവിൽ സർവീസ് ഇത് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അതെല്ലാം കൂടി അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ അക്കാഡമിക്കലി ബെസ്റ്റാന്ന് പറയുമ്പോഴേക്കും അനുഷ അവളുടെ ഗ്രാജുവേഷന് ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷന് അഗെയിൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, പിന്നെ അക്കാഡമിക്കലി വെരി സ്ട്രോങ്. ഓപ്ഷനിൽ ഏതായിരുന്നു മോളുടെ? എൻ്റെ ഓപ്ഷൻ സുവോളജി. ഞാൻ MSc സുവോളജി ആണ്.